നമസ്കാരം. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാടൊക്കെ മാറ്റി. ഭൂരിപക്ഷത്തെ ചേർത്ത് നിർത്താനുള്ള തീരുമാനത്തിൽ വെള്ളം ചേർക്കാൻ കാരണം ക്ലിഫ് ഹൗസിലെ പടലപ്പിണക്കങ്ങളാണ് എന്നാണ് സൂചന. ഭൂരിപക്ഷ താൽപര്യത്തിൽ മുഖ്യമന്ത്രിയും CPM-ഉം മതിമറന്നപ്പോൾ മകൾ വീണ വിജയൻ ഇത് ചോദ്യം ചെയ്തു. അതോടെ മുഖ്യമന്ത്രി ഭൂരിപക്ഷത്തിന് എതിരാവുന്ന അവസ്ഥ. സനാതന ധർമ്മത്തിന്റെ വക്താവും പ്രയോക്താവുമായി ശ്രീനാരായണ ഗുരുവിനെ സ്ഥാപിക്കാനുള്ള സംഘടിതമായ ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല, മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ തന്നെ ഒരു പ്രാസംഗകന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വാദം ഉയർന്നു കേട്ടു. ഗുരു ശിവഗിരി തീർത്ഥാടനത്തെ കുറിച്ച് സങ്കല്പിച്ചത് തന്നെ സംവാദങ്ങളുടെ വേദിയായി കൂടിയാണ് എന്നതുകൊണ്ട് ആ മിഥ്യാധാരണ തിരുത്തേണ്ടത് ഇവിടെ വെച്ച് തന്നെയാണെന്ന് കരുതട്ടെ. സനാതനധർമ്മം വന്നതുകൊണ്ട് വീക്ഷിക്കുന്നത് എന്താണ്? അത് വർണ്ണാശ്രമ ധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല. ആ വർണ്ണാശ്രമ ധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്ത് നിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക ധർമ്മമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. മനുഷ്യത്വത്തിന്റെ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത്. സാമൂഹിക പരിഷ്കർത്താവായ ഗുരുവിനെ മത നേതാവാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. സനാതന ധർമ്മത്തിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ രാജവാഴ്ചയാണ്. ജനാധിപത്യം അലർജിയാണ് എന്നതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടതെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മതത്തിന്റെ പേരിലുള്ള ചിന്തകൾ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നീങ്ങുന്നതിന്റെ റിപ്പോർട്ടുകളാണ് നിത്യേനെ പുറത്തുവരുന്നത്. വംശീയ വേർതിരിവുകളാലും അതിന്റെ അടിസ്ഥാനത്തിലുള്ള സംഘർഷങ്ങളാലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചോരപ്പുഴകൾ ഒഴുകുകയാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട സാമൂഹിക ഇടപെടലിന്റെ ഭാഗമായുള്ള ഒരു സന്ദേശം ആദരണീയനായ സച്ചിദാനന്ദ സ്വാമിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ആരാധനാലയങ്ങളിൽ ഉടുപ്പൂരിയെ കടക്കാൻ പാടുള്ളൂ എന്ന ഒരു നിബന്ധനയ്ക്ക് കാലാനുസൃതമായ മാറ്റം ശ്രീനാരായണ ഗുരുവിന്റെ സത്പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനപ്പെട്ട സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുണ്ട്. ഇത് വളരെ ഒരു പ്രധാനപ്പെട്ട സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട്. ഈ വഴിക്ക് നമ്മുടെ പല ആരാധനാലയങ്ങളും നാളെ വരുമെന്ന കാര്യം ഉറപ്പാണെന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നു. അതായത് ഹിന്ദു മതത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ സംസാരം. ക്ഷേത്രത്തിൽ ഉടുപ്പൂരി കയറണമെന്ന നിബന്ധന ഒഴിവാക്കണമെന്ന് പറഞ്ഞതോടെ അത് പൂർണ്ണമാവുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ നയങ്ങളും നിലപാടുകളും തീരുമാനിക്കുന്നത് ക്ലിഫ് ഹൗസിൽ നിന്നാണെന്നത് പരസ്യമായ രഹസ്യം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മകളുടെ തീരുമാനങ്ങൾക്ക് എതിർപ്പ് പറയാൻ ആർക്കും ധൈര്യമില്ല. ആരെങ്കിലും എതിർത്താൽ മുഖ്യമന്ത്രി അവരെ എതിർക്കും. അതാണ് പതിവ്. കേരള സെക്രട്ടേറിയറ്റിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നന്ദൻകോട് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളും തൊട്ടടുത്ത വീടുകളിലാണ് ക്ലിഫ് ഹൗസ് പരിസരത്ത് താമസിക്കുന്നതും. യഥാർത്ഥത്തിൽ കേരള ഭരണം നടക്കുന്നത് സെക്രട്ടേറിയറ്റിലല്ല, ഈ രണ്ട് വീടുകൾ കേന്ദ്രീകരിച്ചു തന്നെയാണ്. മുഖ്യമന്ത്രിക്കാണെങ്കിൽ പുത്രി വാത്സല്യം കെ കരുണാകരനേക്കാൾ കൂടുതലാണ്. മകൾ പറയുന്നതിനപ്പുറം ഒന്നും പ്രവർത്തിക്കാൻ കഴിയാതെ സ്നേഹനിധിയായ പിതാവ് മകൾക്കും സംസ്ഥാനത്തിനും നടുക്കുനിന്ന് ഭരണം നിർവഹിക്കുകയാണ്. മകളുടെ ഭർത്താവും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസാണ് സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായ മന്ത്രി. ഇതര മതസ്ഥരുമായി അഭിജാതമായ ബന്ധം പുലർത്തുന്ന മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സമുദായത്തെ മറ്റേതൊരു രാഷ്ട്രീയക്കാരനെയും പോലെ അദ്ദേഹത്തിന് പിണക്കാനും കഴിയില്ല. എന്നാൽ സംസ്ഥാനത്തെ മുസ്ലിം സമുദായ അംഗങ്ങളെ ഒന്നാകെ അലോസരപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി തേര് ഓടിച്ചു കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തിയ ഡയലോഗിൽ മുഖ്യമന്ത്രി ജാതി സെൻസസ് നടപ്പാക്കില്ലെന്ന് പറഞ്ഞതോടെ അമ്മാവനും മരുമകനും കലിപ്പിലായി. വടകരയിൽ ഷാജി പറമ്പിലിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതും മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ വിരുദ്ധത കൊണ്ട് തന്നെയാണ്. ഭൂരിപക്ഷ സമുദായങ്ങളെ കയ്യിലെടുക്കുന്നതിനായി ജാതി സെൻസസ് വേണ്ടെന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന കമ്മിറ്റിക്കും തിരിച്ചടി ഉറപ്പായിരിക്കുകയാണ്.
ജാതി സെൻസസിനോട് കേരളത്തിന് അനുകൂല നിലപാടാണെങ്കിലും തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ജയിക്കണമെങ്കിൽ ജാതി സെൻസസിന് അനുകൂലമായ തീരുമാനം കേരളം സ്വീകരിക്കണം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനോട് CPM സംസ്ഥാന കമ്മിറ്റിക്ക് യോജിപ്പില്ല. ജാതി സെൻസസ് എന്ന പന്ത് കേന്ദ്രത്തിലേക്ക് തട്ടിയിടണമെന്ന നിലപാടാണ് CPM സംസ്ഥാന കമ്മിറ്റിക്കുള്ളത്. NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾ ജാതി സെൻസസിനെ തുറന്ന് എതിർക്കുന്നതാണ് മുഖ്യമന്ത്രിയെയും CPM-നെയും ഭയപ്പെടുത്തുന്നത്. NSSന്റെ നിലപാടുകൾ BJPക്ക് അനുകൂലമാണ്. 2026 ഒരു ന്യൂനപക്ഷ മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് സ്വപ്നം കാണുന്ന റിയാസിനാണ് CPM സംസ്ഥാന കമ്മിറ്റി തിരിച്ചടി നൽകിയത്. ജാതി സെൻസസ് വിഷയത്തിൽ പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിൽ തള്ളിയിട്ടതോടെയാണ് റിയാസിന് പ്രതീക്ഷകളറ്റത്. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കും റിയാസിനുമില്ല. ഇടതുമുന്നണിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമായതോടെ ഇസ്ലാം മത വിശ്വാസികൾ കൂട്ടത്തോടെ കൂറുമാറിയിരിക്കുകയാണ്. ഇത്തരം ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് പിന്തുടരുന്ന മുഖ്യമന്ത്രി പെട്ടെന്നാണ് ഭൂരിപക്ഷത്തിന് എതിരായത്. ഭൂരിപക്ഷത്തെ എതിർക്കാൻ സനാതന ധർമ്മത്തെ എതിർക്കുക എന്ന ലക്ഷ്യമാണ് മുഖ്യമന്ത്രി കണ്ടെത്തിയതും. മർമ്മത്തിൽ കുത്താനാണ് ശ്രമം. അതിന് അദ്ദേഹം കണ്ടെത്തിയത് ഉദയനിധി സ്റ്റാലിന്റെ വഴി തന്നെയും. ഏതായാലും മുഖ്യമന്ത്രിക്ക് ഇതര മതങ്ങളെക്കുറിച്ച് ഇത്തരത്തിൽ പറയാനുള്ള ധൈര്യമില്ല, ചങ്കുറപ്പില്ല. അതാണ് മുഹമ്മദ് റിയാസിനെയും വീണ വിജയനെയും സന്തോഷിപ്പിക്കുന്നതും. നന്ദി.